ജീവിതം വിജയിപ്പിക്കാനുള്ള ഒരു മാജിക്കാണ് ഇന്ന് പറയുന്നത്. ഇത് വിവാഹം കഴിച്ചവർക്ക് ഏറെ ഉപകാരപ്പെടണമെന്നില്ല. വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക്, അതിന് തയ്യാറെടുക്കുന്നവർക്ക്, വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചവർക്ക് ഇത് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. ഈ മാജിക്ക് വളരെ സിമ്പിളാണ്. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഏതെങ്കിലുമൊക്കെ പരിഗണനകൾ മുന്നിൽ വയ്ക്കാറുണ്ട്. അവയെക്കുറിച്ച് ഓർക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ചിലർക്ക് ജീവിത പങ്കാളിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സമ്പത്തിനായിരിക്കും പ്രാധാന്യം, ചിലർക്ക് സൗന്ദര്യമായിരിക്കും പ്രധാനം, ചിലർക്ക് ജോലിയുള്ള ആളായിരിക്കണം, ചിലർക്ക് കുടുംബ മഹിമയും അതുപോലുള്ള പല കാര്യങ്ങളുമാകാം. ഏതുമാകട്ടെ, നാം പരിഗണന കൊടുക്കുന്ന കാര്യം ഏതാണോ അതിന് വലിയ വിലയുണ്ട്. അതിനുവേണ്ടി നാം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഒട്ടേറെ പേരുടെ ജീവിതാനുഭവങ്ങൾ മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അങ്ങനെ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പരിഗണന എന്തോ അത് ദൈവം അവർക്ക് നൽകാറുണ്ട് എന്നതാണ്. എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ, ആഴ്ചകൾ പിന്നിടുമ്പോൾ മനസ്സിലാകും, താൻ പരിഗണിച്ചിരുന്നത് സൗന്ദര്യമായിരുന്നെങ്കിൽ അതായിരുന്നില്ലല്ലോ വേണ്ടത്, സമ്പത്തായിരുന്നു എങ്കിൽ അതായിരുന്നില്ല വേണ്ടത് എന്ന് വിചാരിക്കുന്നു. പരിഗണന പിന്നീട് മാറ്റാൻ നമുക്ക് അവസരം ഇല്ല. പക്ഷേ മാറി വിചാരിക്കുന്നവർക്ക്, മാറി ചിന്തിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഇല്ലാതെയും വരുന്നു. ഇവിടെ ചെയ്യാവുന്ന ഒറ്റ കാര്യം, ഏതിനാണോ നാം പ്രാമുഖ്യം കൊടുക്കേണ്ടത് അത് കൃത്യമായി തീരുമാനിക്കുകയും അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഈശ്വരൻ ഒട്ടുമിക്കപ്പോഴും അങ്ങനെയുള്ള ആളെ തന്നെ നമുക്ക് നൽകുകയും ചെയ്യും. ഇനി അഥവാ അങ്ങനെ അല്ല എങ്കിൽ പിന്നീട് മാറ്റിയെടുക്കാൻ നമുക്ക് അവസരമില്ല. നമ്മുടെ പരിഗണനകൾ തെറ്റിപ്പോയതിന് ദൈവത്തെയോ മറ്റാരെയെങ്കിലുമോ പഴിക്കുന്നതിലും കാര്യമില്ല. ഈ വീഡിയോ തീർച്ചയായും വിവാഹിതരായവർക്ക് ഉപകാരപ്പെടണം എന്നില്ല. അവർക്ക് ഒരു തരത്തിൽ ഉപകാരപ്പെടും. അത് സ്വയം തിരിച്ചറിയുന്നതിനും തിരുത്തുന്നതിനും മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ പരിഗണന, അതിനെ ദൈവം കാര്യമായി പരിഗണിക്കും. അതുകൊണ്ട് തന്നെ നാം ഏതിനാണ് മുഖ്യമായ പരിഗണന നൽകുന്നത് എന്ന് ഉറപ്പുള്ളവരായി തീരട്ടെ.